ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാവുമെന്നാണ് വിശ്വാസം. ഏകാദശികളിൽ പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായി നീണ്ടുകിടക്കുന്നതാണ് ഏകാദശി വ്രതം. ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11, 2024 വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണ് ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടത്തിയത്. അതിനാൽ ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായും കണക്കാക്കപ്പെടുന്നു. സർവ പാപഹരം ഏകാദശി വ്രതം എന്നാണ് പ്രമാണം. വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണിത്. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം, അതായത് കറുത്ത വാവ് കഴിഞ്ഞ് 11-ാം ദിവസമാണ് ഗുരുവായൂർ ഏകാദശി. മനസ്സറിഞ്ഞ് പൂർണ്ണ ഭക്തിയോടെ ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ 7 ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ദശമി ദിവസം, അതായത് തലേ ദിവസം ഒരിക്കൽ എടുത്ത് വേണം വ്രതം ആരംഭിക്കാൻ. എന്നാൽ ഏകാദശി ദിവസം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട്. അന്ന് നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഉചിതം. ഏകാദശി ദിവസം സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് ശുഭവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കീർത്തനങ്ങൾ ഭഗവാന്റേതായിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രമോ ചൊല്ലാം. ഭഗവത് കീർത്തനങ്ങൾ കേൾക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്രത്തിൽ ഭഗവാന് 4 പ്രദക്ഷിണമാണ് വെക്കേണ്ടത്. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം, പുരുഷ സൂക്തം, വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ദിവസം അരി ഭക്ഷണം പാടില്ല. പഴങ്ങളും ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കാം. ഉപവാസമാണ് ഉത്തമം. തുളസി വെള്ളം മാത്രം കുടിച്ച് ഏകാദശി വ്രതം എടുക്കുന്നവരുമുണ്ട്. ഇത് സാധിക്കാത്തവർക്ക് ഏകാദശി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം. അതും ഗോതമ്പ് ആയിരിക്കണമെന്ന് മാത്രം. അത്താഴം ഒഴിവാക്കി 2 നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഉപവസിക്കുന്നത് 2-3 നാളിലെ പാപം മാറുമെന്നും, ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് 7 ജന്മങ്ങളിലെ പാപം മാറുമെന്നും വിശ്വസിക്കുന്നു. സർവ്വ പാപങ്ങളും ഇല്ലാതാക്കാൻ മോക്ഷദാതാവായ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകാൻ ദിനം മുഴുവൻ നാമജപത്തോടെ കഴിയുക. പകലുറക്കം നിർബന്ധമായും ഒഴിവാക്കണം. മനഃശുദ്ധിയോടെ ഭക്തിയോടെയും അനുഷ്ഠിക്കുന്ന ഏകാദശി വ്രതം രോഗശാന്തി, മനഃശാന്തി, കുടുംബ സ്വസ്ഥത, ആയുരാരോഗ്യം, സമ്പത്തും കീർത്തിയും, ശത്രുനാശം, സന്താന സൗഭാഗ്യം എന്നിവ അനുഭവിക്കുന്നതിന് ഇടയാക്കും. വൃശ്ചികം കഴിഞ്ഞ് വരുന്ന ധനുമാസത്തിലെ ഏകാദശിയും പ്രാധാന്യം അർഹിക്കുന്നു. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നാണ് പറയപ്പെടുന്നത്. ഏകാദശി ദിവസം നടത്തേണ്ട വഴിപാടുകളും അവയുടെ ഫലങ്ങളും നമുക്ക് നോക്കാം. പുരുഷ സൂക്താർച്ചന, ഇഷ്ടസന്താന ലബ്ധി. ഭാഗ്യസൂക്താർച്ചന, ഭാഗ്യസിദ്ധി, സാമ്പത്തിക അഭിവൃദ്ധി. ആയുർ സൂക്താർച്ചന, ആയുർവർദ്ധന, രോഗമുക്തി. വെണ്ണ നിവേദ്യം, ബുദ്ധിവികാസത്തിന്. പാൽപായസം, ധനധ്യാന വർദ്ധനവിനും. പാലഭിഷേകം, നിമിത്തമുള്ള കുടുംബ സമാധാനമില്ലാത്തതിനുള്ള അറുതി. ഗോപാല മന്ത്രാർച്ചന, സന്താന ലാഭം. സഹസ്രനാമാർച്ചന, ഐശ്വര്യം, മംഗള സിദ്ധിക്കും. നെയ്വിളക്ക്, നേത്ര രോഗശമനം, അഭീഷ്ടസിദ്ധി. സുദർശന ഹോമം, രോഗശാന്തിക്കും. ഈ പറയുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. എല്ലാ ഭക്തർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഭദ്രേ നാരായണ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്തേ.